പാർട്ട് 2-ൻ്റെ അകത്ത് നമുക്ക് 2 ക്വസ്റ്റ്യൻ മിസ്സായി പോയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 7-ഉം ക്വസ്റ്റ്യൻ നമ്പർ 8-ഉം. സോ അതിൻ്റെ ആൻസറാണ് നമ്മളിതിൽ പറയുന്നത്. ഇതിൽ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7-ൽ 2 ഫോഴ്സസ് ആർ ആക്ടിങ് ഓൺ എ ബോഡി ആർ ഡെപിക്റ്റഡ്. നമ്മളൊരു ഫിഗർ തന്നിട്ടുണ്ട്. അതിൽ ഇവിടെ നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഡയറക്ഷൻസും തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കണേ, ഡയറക്ഷൻസ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ എഴുതുന്ന സമയത്ത് ഡയറക്ഷൻസ് സ്പെസിഫൈ ചെയ്തിട്ട് വേണം ആൻസർ എഴുതാൻ. അതിനാണ് ഇത് തരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എഴുതാണ് സ്പെസിഫൈ ദ ഡയറക്ഷൻസ് വെൻ ആൻസറിങ്. ഓക്കെ, ഇത് ഓർമ്മ വെക്കേണ്ട ഒരു സംഗതിയാണ്. ഇവർ തരുന്നത് എക്സാക്റ്റ് അവർക്കൊരു ആൻസർ ഉണ്ട്. നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു ആൻസർ സ്പെസിഫൈ ചെയ്യണം. നിങ്ങൾ ആരോ മാർക്ക് വരച്ച് കാണിക്കരുത്, അങ്ങനെയൊന്നും പാടില്ല. ഡയറക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഡയറക്ഷൻ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഇനി ഫിഗറിനകത്ത് 100 ന്യൂട്ടൺ ഉണ്ട്, 120 ന്യൂട്ടൺ ഉണ്ട്, 100 ന്യൂട്ടൺ, 120 ന്യൂട്ടൺ. 100 ന്യൂട്ടൺ ഈസ്റ്റ് വാർഡ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്, അല്ലേ? ഈ ഫോഴ്സ് ഈസ്റ്റിലേക്കാണ് പോകുന്നത്. 120 ന്യൂട്ടൺ ഏത് ഡയറക്ഷനിലേക്ക് വരുന്നത്? വെസ്റ്റിലേക്ക് വരുന്നത്. സോ നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താ വെച്ചിട്ടുള്ളത്? നമ്മൾ ചോദിച്ചത് മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻറ്റ് ഫോഴ്സാണ്. റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ. ശ്രദ്ധിക്കണേ, ഡയറക്ഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. 100 ന്യൂട്ടൺ ഈസ്റ്റിലേക്കും 120 ന്യൂട്ടൺ വെസ്റ്റിലേക്കും വന്നാൽ ഇത് ക്യാൻസൽ ഔട്ട് ചെയ്താൽ ഏതായിരിക്കും വലുതുണ്ടാവുക? 20 ന്യൂട്ടൺ അല്ലേ റിമൈനിങ് ഉള്ളത്, അല്ലേ? ഉണ്ടാവുക 20 ന്യൂട്ടൺ അല്ലേ റിമൈനിങ് ഉണ്ടാവുക. അതിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടായിരിക്കും, വെസ്റ്റ് വാർഡിലേക്കായിരിക്കും റിമൈനിങ് ഉണ്ടാവുക. സോ നമ്മൾ ആൻസർ എഴുതുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ എഴുതണ്ടേ? റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്താ എഴുതാം? ഇങ്ങനെ എഴുതാം. റിസൾട്ടൻറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു 20 എന്ന് എഴുതിയാൽ മതിയോ? അല്ല, 20 ന്യൂട്ടൺ എന്ന് എഴുതണം, യൂണിറ്റ് എഴുതണം. 20 ന്യൂട്ടൺ. ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് ടുവാർഡ്സ് വെസ്റ്റ്. ഓക്കെ, എങ്ങോട്ടേക്കാണ് പോകുന്നത് അത് എഴുതാം. ടുവാർഡ്സ് വെസ്റ്റിലേക്കാണ് അതിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, ഇനി അതിൻ്റെ ബി ക്വസ്റ്റ്യൻ. ടു മേക്ക് ദ ഫോഴ്സ് ബാലൻസ്ഡ്. ഇത് ബാലൻസ് ചെയ്യണമെങ്കിൽ ദ ഫോഴ്സ് ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് ബി റെഡ്യൂസ്ഡ്. ഏത് ദിശയിൽ നിന്ന് വരുന്ന ബലത്തെയാണ് നമ്മൾ കുറയ്ക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് ദിശയിൽ വരുന്ന ഫോഴ്സ് ആയിരിക്കും നമ്മൾ കുറയ്ക്കേണ്ടത്? വെസ്റ്റിലേക്ക് വരുന്ന അല്ലേ? 120 ന്യൂട്ടനാണ് നമ്മൾ റെഡ്യൂസ് ചെയ്യേണ്ടത്. വെസ്റ്റിലേക്ക് വരുന്ന 120 ന്യൂട്ടൺ റെഡ്യൂസ് ചെയ്യണം. എത്ര റെഡ്യൂസ് ചെയ്യണം? ഹൗ മച്ച് എന്ന് ചോദിക്കണ്ടേ? എത്ര എന്ന് ചോദിക്കുന്നുണ്ട്. എത്ര റെഡ്യൂസ് ചെയ്യണം? അത് ബാലൻസ് ചെയ്യാൻ 20 ന്യൂട്ടൺ കുറച്ചാൽ മതി. 20 ന്യൂട്ടൺ കുറച്ച് കഴിഞ്ഞാൽ 100 ആവും, അല്ലേ? അപ്പോൾ അത് ബാലൻസ് ആയി. ഓക്കെ, അത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എത്ര റെഡ്യൂസ് ചെയ്യേണ്ടത്? 20 ന്യൂട്ടൺ. അപ്പോൾ ബീൻ്റെ ഞാൻ ആൻസർ എഴുതാണ് 20 ന്യൂട്ടൺ ഫോഴ്സ് നീഡ്സ് ടു ബി എന്താ സംഭവിക്കുക? റെഡ്യൂസ്ഡ്. ഓക്കെ, ഇതാണ് ആൻസർ. ഇൻ വിച്ച് ഡയറക്ഷനോട് ചോദിക്കുന്നുണ്ട്. ഫോഴ്സ് ഇൻ വിച്ച് ഡയറക്ഷൻ, അതെന്താ? അതിൻ്റെ ആൻസർ എന്താ എഴുതണ്ടേ? 20 ന്യൂട്ടൺ ഫോഴ്സ് നീഡ്സ് ടു ബി റെഡ്യൂസ്ഡ് കമ്മിങ് ഫ്രം ദ, അല്ലെങ്കിൽ ഗോയിങ് ടുവാർഡ്സ് വെസ്റ്റ് ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. ഓക്കെ, ടുവാർഡ്സ് വെസ്റ്റ് ഡയറക്ഷൻ, വെസ്റ്റിലേക്ക് പോകുന്ന ഫോഴ്സിൻ്റെ 20 ന്യൂട്ടൺ കുറയ്ക്കണം. ഇങ്ങനെ വേണം എഴുതാൻ തന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതി വെക്കുന്നതാണ് കുറച്ചുകൂടി സേഫ്. ഇതിൽ എറേഴ്സിന് സ്ഥലം ഉണ്ടാവില്ല. ഇറ്റ്സ് എറർ പ്രൂഫ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ എഴുതുമ്പോൾ അതിൻ്റെ ഗുണമുണ്ട്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8. എ ബോഡി ഈസ് മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി. ഒരു ബോഡി യൂണിഫോം വെലോസിറ്റി പോയിക്കൊണ്ടിരിക്കുക. അതിൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഓൾ ദ ഫോഴ്സസ് വർ അപ്ലൈഡ് ഓൺ ഇറ്റ് ദ ബോഡി ഡിഡിൻ ഗെറ്റ് എനി ആക്സലറേഷൻ ഓർ റിട്ടാർഡേഷൻ. ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ഒരു ആക്സലറേഷൻ ഉണ്ടായിട്ടില്ല, ഒരു റിട്ടാർഡേഷൻ ഉണ്ടായിട്ടില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു കാറ് റോഡിലിങ്ങനെ പോവാം. റോട്ടിലിങ്ങനെ എ എന്ന് പറഞ്ഞ സാധനങ്ങൾ മാർക്ക് ചെയ്യുന്നുണ്ട്. എ ഡയറക്ഷനിൽ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും ഒരേ ടൈമിൽ ഒരു 10 ന്യൂട്ടൺ കാറ്റ് അടിക്കാമെന്ന് വിചാരിക്കാം. 2 ഡയറക്ഷനിൽ നിന്ന് കാറ്റടിച്ചു. ഇങ്ങനെ വണ്ടി ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ? ഇങ്ങനെ വണ്ടി ഇങ്ങനെ ആവോ? ഇല്ല. വണ്ടി ഷേക്ക് ആവോ? ഇല്ല. കാരണം എന്താ? ഫോഴ്സസ് എന്താ? അതിനൊരു പേരുണ്ട്. എന്താ ഫോഴ്സ്? ബാലൻസ്ഡ്. വിച്ച് ടൈപ്പ് ഓഫ് ഫോഴ്സ് അപ്ലൈഡ് എന്ന് ചോദിക്കുന്ന സമയത്ത് എൻ്റെ ആൻസർ എന്താ വരിക? ബാലൻസ്ഡ് ഫോഴ്സ്. ഇനി അതിൻ്റെ ബീൻ്റെ ആൻസർ എന്താ വരിക? വിച്ച് ടൈപ്പ് ഓഫ് ഫോഴ്സ് ഇസ് ടു ബി അപ്ലൈഡ് ടു ബ്രിങ് ചേഞ്ച് ഇൻ വെലോസിറ്റി. ഇതിൻ്റെ ഒരു വെലോസിറ്റിക്ക് ഒരു ചേഞ്ച്, ഇതിൻ്റെ മൂവ്മെൻറ്റ്, അതായത് ആ യൂണിഫോം വെലോസിറ്റി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. യൂണിഫോം വെലോസിറ്റിക്ക് ഒരു ചേഞ്ച് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താവണം? 10 എന്തായാൽ മതി? 20 ആയാൽ മതി. പോരെ?
അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ഇടത്തോട്ട് ഇങ്ങനെ പോകില്ലേ, ചെരിഞ്ഞു പോലെ. അതെ, 20 ന്യൂട്ടൺ അൺബാലൻസ്ഡ് ആണ്. അതിൻ്റെ പേരെന്താ വരിക? അൺബാലൻസ്ഡ്. ഒരു വാക്കും കൂടിയുണ്ട്. ഇത് ഉള്ളുന്നാണോ പുറത്തുനിന്നാണോ? ഇത് ശ്രദ്ധിക്കണം, ഉള്ളുന്നാണോ പുറത്തുനിന്നാണോ? ഇറ്റ് ഹാസ് ടു അപ്പ് ഫ്രം ഔട്ട് സൈഡ്. അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞ വാക്കും മറക്കരുത്. ഇതാണ് എൻ്റെ ആൻസർ. അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ എൻ്റെ യൂണിഫോം വെലോസിറ്റിക്ക് വ്യത്യാസങ്ങൾ വരും. ഓക്കെ, ബാലൻസ്ഡ് ആണെങ്കിൽ ഒന്നും സംഭവിക്കില്ല. ഇതാണ് വിട്ടുപോയതാണ് ക്വസ്റ്റ്യൻ നമ്പർ 7. ക്വസ്റ്റ്യൻ നമ്പർ 8.